സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് നമ്മുടെ തന്നെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ നന്മയ്ക്കും വിജയത്തിനും തടസ്സമായി നിൽക്കുന്ന വളരെ ശക്തരായ ഒരു ശത്രുവിനെ പോലെയുള്ള പ്രശ്നങ്ങൾ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും അതിനെ തോൽപ്പിക്കാൻ കടന്നുവരുന്ന പോരാളികളെ പോലെ നമ്മുടെ മനക്കരുത്തിനെ നാം കണ്ടെത്തണം. രാവണൻ എത്ര കരുത്തനാണെന്നറിഞ്ഞിട്ടും ജടായു ധീരമായി പൊരുതി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ പല പ്രശ്നങ്ങളും കടന്നു വരും. അപ്പോഴൊന്നും നമ്മൾ തളരാതെ മനക്കരുത്തോടെ അവയെ നേരിടണം. എത്ര വലിയ ശത്രുവായാലും ഒടുവിൽ രാമൻ്റെ അമ്പുകളേറ്റ് വീഴുന്ന രാവണനെ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളും ഒടുങ്ങും. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും പ്രതികൂലതകളെ മുഴുവൻ പിഴുതെറിയുവാൻ പ്രാപ്തമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുക. രാമനെ പോലെ തിന്മയ്ക്കെതിരെ പൊരുതുവാനുള്ള മനക്കരുത്തുണ്ടാക്കുക. ഒടുവിൽ എല്ലാ പോരാട്ടങ്ങൾക്ക് ശേഷം സ്നേഹവും അർപ്പണബോധവും എന്നും വിജയിക്കും. ശത്രുക്കളെ ഇല്ലാതാക്കി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. രാവണനെ തോൽപ്പിച്ച് സീതയെ വീണ്ടെടുത്ത രാമനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒടുവിൽ നിങ്ങൾ ഉയരങ്ങളിലെത്തും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏതുമാകട്ടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നേറിയാൽ വിജയം നിങ്ങളുടേത് മാത്രമാകും. എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് നിങ്ങൾ മടങ്ങി വരുമ്പോൾ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയും. ആ വിജയത്തെ ആഘോഷിക്കാൻ തയ്യാറായിക്കൊള്ളൂ. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ ഭയപ്പെടരുത്. മറിച്ച് നന്മയിലും സത്യത്തിലും അടിയുറച്ചു നിൽക്കുക. ഇത്ര വലിയ പ്രശ്നങ്ങളെയും തോൽപ്പിച്ച് വിജയം നേടാനുള്ള ശക്തി നിങ്ങളിൽ തന്നെയുണ്ട്. രാമൻ്റെയും സീതയുടെയും ഹനുമാന്റെയും വിജയയാത്ര ദർശിക്കുന്നത് ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും മനോഹരമായ മുഹൂർത്തമാണ്. രാമൻ നീതിയും സീത പവിത്രതയും ഹനുമാൻ നിരുപാധികമായ ഭക്തിയും പ്രതിഫലിക്കുന്നു. അവരുടെ സാന്നിധ്യം നമുക്ക് സമാധാനവും ജീവിതത്തിൽ മുന്നേറാനുള്ള ധൈര്യവും നൽകുന്നു. സീതയും രാമനും തമ്മിലുള്ള ബന്ധം അത് വെറും ഒരു പ്രണയകഥയല്ല. പരസ്പരമുള്ള ആദരവ്, വിശ്വസ്തത, ത്യാഗമനോഭാവം ഇതെല്ലാം ചേർന്നൊരു ഉദാത്തമായ ബന്ധമാണത്. എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവർ അതെല്ലാം അതിജീവിച്ചു. അടിയുറച്ച വിശ്വാസവും അവസാനിക്കാത്ത സ്നേഹവുമാണ് അവരെ ഒന്നിച്ചു നിർത്തിയത്. അതുപോലെ നമ്മളും ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഒപ്പം സ്നേഹവും ആത്മസമർപ്പണവും എന്നും വിജയത്തിൽ നമ്മളെ നയിക്കും. എത്ര വലിയ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാം. ഒടുവിൽ നമ്മൾ വിജയത്തിലെത്തും. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരുടെ തടസ്സങ്ങൾ മാറി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ. ജയ് സീതാറാം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.